ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. മോർണിംഗ് ആക്ടിവിറ്റിക്ക് ശേഷം രതീഷ് കുമാർ ഇതേ ഇരിപ്പായിരുന്നു, ആരോടും മിണ്ടാതെ ഒരു മൂലയിലിരുന്ന. വേറെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ പോയിരിക്കുകയായിരുന്നു. ഇതിൽ നിന്നും തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് രതീഷിന്റെ ആ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്. ഇനി ചിലപ്പോൾ ഇതൊരു ട്രെയിലർ മാത്രമായിരിക്കുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. ഇന്ന് ഐ ക്വിറ്റ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ പെട്ടിയൊക്കെ ആയിട്ട് പുള്ളി ഇറങ്ങി പോകാൻ ഒരുങ്ങുന്നുണ്ട്. കൊടുങ്കാറ്റടിക്കുന്നതിന് മുമ്പ് എപ്പോഴും ഒരു ശാന്തത ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്നത് പോലെയായിരുന്നു ഇന്നത്തെ രതീഷിന്റെ ഒരു അപ്രോച്ച്. കാം ബിഫോർ ദ സ്ട്രോം. എന്തായാലും അത് കഴിഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് ചെന്ന് രതീഷ് വീണ്ടും പ്രൊവോക്ക് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കി പവറാക്കുന്നുണ്ട് ഹൗസിനെ ഒന്നുകൂടെ. ഇതുവരെ കൂടെ നിന്ന് ജാസ്മിൻ വരെ രതീഷിനെ തള്ളി പറയുന്ന കാഴ്ചയായിരുന്നു ലൈവില്. അത് പുള്ളിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടായില്ല. കാരണം ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ്. എത്ര പേര് എതിർത്ത് നിൽക്കുന്നോ അത്രയും ഇമ്പാക്റ്റില് അത് പുറത്തെത്തും. കണ്ണേട്ടൻ റോക്സ്, കണ്ണേട്ടൻ ആർമി എന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര ഇമ്പാക്റ്റിൽ അത് എത്തും. അറ്റാക്ക് വന്നാലും എനിക്ക് പവർ ടീമുകാർ വെള്ളം തരില്ലേ എന്നൊക്കെ പറഞ്ഞാണ് കിച്ചണിൽ വന്ന് രതീഷ് പ്രൊവോക്കിങ് തുടങ്ങിയത്. ജാസ്മിനും സിജോയും എല്ലാം അതിൽ കയറി പിടിച്ച് പുള്ളിയോട് തർക്കിക്കുന്നുണ്ട്. ലൈവിൽ ഇപ്പൊ നല്ല രീതിയിലുള്ള ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷിജോ ഏറെ പിടിച്ചാൽ രതീഷ് ഇവിടെ മുക്കും എന്നൊക്കെയാണ് ഷിജോ പറയുന്നത്. വൻ അടിയാണ്. മറ്റ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.